നമസ്കാരം. ദിസ് ഈസ് നിഷാന്ത് ഫ്രം വിർച്വൽ കമ്പാനിയൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അറ്റ്ലിയുടെ 6ാമത്തെ സിനിമയും അല്ലു അർജുൻ്റെ 22ാമത്തെ സിനിമയുമായിട്ട് സൺ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയിൽ ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും കൂടിയ ബഡ്ജറ്റിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സിനിമയാണ്. അതിനെക്കുറിച്ചൊരു ഇൻട്രോ അവർ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഓൾറെഡി സിനിമ ഫീൽഡ് തന്നെ ഞെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇപ്പം ഒരു വീഡിയോയും കൂടെ അവർ പുറത്താക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. സോ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം അറ്റ്ലീന് ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും എന്ത് വന്നെന്ന് പറഞ്ഞാലും പുള്ളിയുടെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് അപാരമാണ്. പുള്ളിയുടെ കഴിവ് അതുപോലെയാണ്. കാരണം കഥയോ എന്തും ആര് വേണമെങ്കിലും കളിയായിക്കോട്ടെ, എന്നെ വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ പുള്ളിയുടെ ഒരു മേക്കിംഗ് സെൻസ് ഉണ്ടല്ലോ. ഒരു സിനിമേനെ ഓരോരോ സീൻസുകളും ആ സ്റ്റേജിങ് ചെയ്യുന്ന പരിപാടി, കാരണം നമ്മൾ ഞെട്ടിയിരിക്കും. കാരണം ഒന്നും ഇല്ലാത്തൊരു സീനായിരിക്കും. കാരണം പുള്ളിയുടെ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, ഒരു വിഷ്വലും ആയിരിക്കട്ടെ, എന്തും ആയിരിക്കട്ടെ. ഒരു അറ്റ്ലിയുടെ സിനിമ കാണുമ്പോൾ നമുക്ക് കഥയോ കാര്യങ്ങളോ എന്ത് കുഴപ്പമാണെങ്കിലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. കാരണം പുള്ളിയുടെ മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. സോ നമുക്ക് ആ വീഡിയോ കാണാം. കാരണം അന്ന് ഇറങ്ങിയ വീഡിയോയിൽ അവർ ഹോളിവുഡിലേക്ക് പോയിട്ട് ഒരുപാട് റിസർച്ചുകളും കാര്യങ്ങളും, കാരണം ഫുള്ളി ഗ്രാഫിക്കൽ വർക്ക് ഇഷ്ടം പോലെ CG ഈ സിനിമയിൽ ഉണ്ടെന്നാണ് അന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. സോ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. സോ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. സൺ പിക്ചേഴ്സ് ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഹോളിവുഡിൽ വർക്ക് ചെയ്ത ഒരു കിഡിലെ സ്ക്രിപ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. പക്ഷേ ഏതായാലും പുള്ളിയുടെ മേക്കിംഗ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിന് അതിനകത്ത് നല്ല കഴിവുള്ള ഒരു മനുഷ്യനും കൂടെയാണ്. ഇത് മറ്റേ വാറിയറിൻ്റെയോ ഈ വാറൊക്കെ ഉൾപ്പെടുന്നത് കൂട്ട് സിനിമയാണെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിയുടെ വിഷൻ ഭയങ്കര കേട്ടോ. നമുക്ക് അവതാർ പോലെയൊക്കെ ഒരു പുതിയ സിനിമയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ സിനിമ അത്രയ്ക്ക് ഞാൻ പറയാമെന്ന് വിചാരിക്കേണ്ട, പക്ഷെ നമുക്ക് പുള്ളിയുടെ അടുത്ത് പ്രതീക്ഷിക്കാൻ പറ്റും. ഇത് ലാസ്റ്റ് ആരെ പുറകെ വന്നു? അല്ലു അർജുനാണോ അതോ കീറ? ഓക്കെ, എക്സൈറ്റ് ചെയ്ത് വെറുതെ ആയില്ല. പക്ഷേ സിനിമ വരുമ്പോൾ നമുക്ക് കാണാം. എന്നാലും വീഡിയോ അടിപൊളിയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുള്ള സംഭവമുണ്ട്. ഏതായാലും നമുക്ക് സിനിമ വരുമ്പോൾ കാണാം. മ്യൂസിക് കൊള്ളാം കേട്ടോ. ഇത് അനിരുദ്ധാണോ അതോ AR റഹ്മാനാണോ എന്നറിയത്തില്ല. ആരിലും ഇച്ചിരി വലിയ ആൾക്കാരായിരിക്കും. എനിവേ ഐ എം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനത്തെയാണ്. കാരണം നമ്മൾ അന്ന് അവരൊന്നും റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. ഒരു ഫുള്ളി CGയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സിനിമയാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങനത്തെ സിനിമയാണ് എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇത് കണ്ടപ്പോൾ ഏകദേശം ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തടുത്ത അപ്ഡേറ്റുകൾ വരുമ്പം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നോക്കി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ ഫ്രം നിഷാന്ത്. താങ്ക് യു.